ആമവാത രോഗികൾക്ക് കാലിൻ്റെ മുട്ടിലൊക്കെ നല്ല നീരും വേദനയുണ്ടാവും. അതുപോലെ സന്ധിഗത വാത രോഗികൾക്ക് ജോയിൻസിലൊക്കെ വേദന അനുഭവപ്പെടും. ഇങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും കിട്ടിയില്ലേക്കാം. അപ്പോഴാണ് നമ്മുടെ മുതിരയുടെ ആവശ്യം. മുതിര കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നാൽ പതിപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് കണ്ട് കിടക്കാം. അതായത് ഇങ്ങനത്തെ അവസ്ഥയിൽ അതായത് ജോയിൻസിലൊക്കെ നീരും വേദനയുണ്ടാവും. പ്രത്യേകിച്ച് കാൽമുട്ടുകളിലാണ് വേദനയും നീരും കൂടുക ആമവാത രോഗികൾക്ക്. സന്ധിഗതവാത രോഗികൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീര് കാര്യമായിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ശോഷിച്ചിരിക്കും. പക്ഷെ കലശലായ വേദനയാണ്. രാത്രിയാകുമ്പോൾ ഇവർക്ക് വേദനയൊക്കെ കൂടും. അതിപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും എല്ലാ സന്ധികളിലും വേദന തോന്നും സന്ധിഗതവാത രോഗികൾക്ക്. ആമവാത രോഗികൾക്ക് പ്രധാനമായിട്ട് കാൽമുട്ടിലാണ്, പക്ഷേ മറ്റു ജോയിൻസുകളിലും മേജർ ജോയിൻസിലും വേദനയും നീരൊക്കെ ഉണ്ടാവും. നീരും ഉണ്ടാവും, വേദനയും ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമവാത രോഗത്തിൽ കഫദോഷമാണ് വാതദോഷമുള്ള വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ മുതിര വിശേഷമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതായത് മുതിര ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ മരുന്നുകളൊന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ മുതിര ഉണ്ടല്ലോ, മുതിര ചട്ടിയിലിട്ട് അങ്ങനെ വറുക്കുക. ചട്ടിയിൽ വറുത്തിട്ട് നല്ല പരുത്തി ശീലയിൽ ഒരു 2 കിഴി കിട്ടുക. ഏകദേശം ഒരു വലിയ ഓറഞ്ചിൻ്റെയോ ആപ്പിളിൻ്റെയോ വലിപ്പത്തിലുള്ള 2 കിഴി കിട്ടുക പരുത്തി ശീലയിൽ. അപ്പോൾ ചട്ടിയിൽ മുതിര കുറച്ച് വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക. പൊടിയരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് 2 കിഴിയായിട്ട് കിട്ടുക. എന്നിട്ട് ആമവാത രോഗികളാകുമ്പോൾ തൈലൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ നീരും വേദനയും ഉണ്ടാവും. ആമവാദത്തിൽ കഫവും വാദമാണല്ലോ കോപിക്കണേ. അപ്പോൾ കഫം വർദ്ധിക്കുമ്പോൾ തണുപ്പാണ്, വാദം വർദ്ധിക്കുമ്പോഴും തണുപ്പാണ്. അപ്പോൾ മുതിര കിഴി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. മുതിര എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യണത് എന്ന് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യണത്? മുതിര ചൂടാണ്. അപ്പോൾ ചൂടുള്ള മുതിര വറുത്ത് കിഴി കെട്ടിയിട്ട് കിഴി അങ്ങോട്ട് പിടിച്ചാൽ ഈ വേദനയൊക്കെ കുറയും. അപ്പോൾ അതിന് ഓറഞ്ച് വലുപ്പത്തിൽ നല്ല 2 കിഴി കിട്ടുക. അതിന് മുമ്പ് മുതിര വറക്കണം. മുതിര മിക്സിയിലൊന്ന് ചതയ്ക്കണം. പൊടിയാൻ പാടില്ല. നൈസായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ മാറും. ഒരു ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക. അതിന് മുമ്പ് ഒന്ന് വറക്കും വേണം. ചട്ടിയിൽ അധികം കരിയാനും പാടില്ല കേട്ടോ. ഒന്ന് ചട്ടിയിലിട്ട് വറുത്ത് മിക്സിയിൽ ചതച്ച് 2 നല്ല സമചതുരത്തിൽ 2 കിഴി പരുത്തിശീല അങ്ങനെ ജഗന്നാഥിൻ്റെ ഒക്കെ തുണിയിൽ അതിങ്ങനെ കീറി വെച്ചിട്ട് അതിലേക്ക് ഇത് ചതച്ച മുതിര പകുതി കൊണ്ട് കിഴിയിട്ട് 2 കിഴി വേണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഴി ചൂടാക്കുമ്പോൾ മറ്റേ കിഴി കുത്താൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടേ ചൂടാക്കുക, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ചട്ടിയിൽ വെച്ച് കിഴി ചൂടാക്കുക. അപ്പോൾ ഒരു കിഴി ചെയ്യുന്ന സമയത്ത് മറ്റേ കിഴി ചൂടാക്കുക. അങ്ങനെ ഒരു 20-25 മിനിറ്റ്, മാക്സിമം അരമണിക്കൂർ ആ വേദനയുള്ള മുട്ടുകളിൽ ഇങ്ങനെ കിഴി ഇങ്ങനെ കുത്തുക. അപ്പോൾ ആമവാദം കൊണ്ടുണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് കാൽമുട്ടിൽ വേദനയും നീരും കൂടിയിരിക്കുക. ആ അവസ്ഥയിൽ നല്ല ഫലം കിട്ടും. ആ വേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടും. ഇപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റാണ്ടാവുന്നേക്ക് വേദന കൂടിയിട്ട് അപ്പോൾ ഈ പണി ചെയ്താൽ മതി. അപ്പോൾ ആമവാദ രോഗത്തിൽ അങ്ങനെ. ഇനിയിപ്പോൾ സന്ധിഗതവാത രോഗമൊക്കെയാണ്. സന്ധിഗതവാദമാകുമ്പോൾ നീരുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ശോഷിച്ച് വരും. എന്നാൽ കലശലായിട്ടുള്ള വേദനയാവും. പ്രത്യേകിച്ച് രാത്രിക്ക് ആകുമ്പോഴേക്കും എല്ലാ ജോയിൻസിലും ഉണ്ടാവും. കാൽമുട്ടിൽ, കണ്ണിയിൽ, കൈമുട്ടിൽ ഒക്കെ വേദന തോന്നും, കഴുത്തിലൊക്കെ വേദന തോന്നും. അപ്പോൾ ഇതേ മരുന്ന് ഈ മുതിര വറുത്ത് മിക്സിയിൽ ചതച്ച് ഒന്ന് ഒറ്റടി അടിച്ചാൽ മതി. എന്നിട്ട് അത് 2 കിഴി കിട്ടുക. പിന്നെ വേറൊരു പണി കൂടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തൈലൊന്നും ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തിരി കടുകും വേണം, ഇന്ദുപ്പും വേണം. ഇന്ദുപ്പ് നിങ്ങൾക്ക് എപ്സം സാൾട്ട് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. കടുക് അടുക്കളയിൽ ഉണ്ടാവില്ലേ. എന്നിട്ട് ശുദ്ധമായ നല്ലെണ്ണയിൽ ഈ കടുകും ഇന്ദുപ്പും ഇട്ടിട്ട് മൂപ്പിക്കുക. മനസ്സിലായോ? എന്നിട്ട് ആ എണ്ണ എടുത്തിട്ട് ഈ സന്ധിഗതവാദമുള്ളവർ, കേവലവാദം ഉള്ള രോഗികൾ, ആ വേദനയുള്ള ഭാഗത്ത് ഈ തൈലം അങ്ങോട്ട് പറ്റുക. അപ്പോൾ ഒരു മരുന്നും ഇല്ല വെച്ചാൽ ഒരു രാത്രി കഴിച്ചു കൂട്ടാനുള്ള സൂത്രപ്പണിയെ പറഞ്ഞിട്ടോ. അപ്പോൾ കടുകും ഇന്ദുപ്പും ഇട്ട് മൂപ്പിച്ച നല്ലെണ്ണ അരിച്ചെടുത്തിട്ട് അത് ഈ വേദനയുള്ള ഭാഗങ്ങൾ അങ്ങോട്ട് പരട്ടുക. അപ്പോഴേക്കും നമ്മൾ ഈ കിഴി കെട്ടി വെച്ചിട്ടില്ലേ, മുതിരക്കിഴി, അതുകൊണ്ട് കിഴി അങ്ങോട്ട് ചൂടാക്കി കുത്തുക. വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. മനസ്സിലായോ? ഇത് ഞാൻ അനുഭവസ്ഥനാണ്. അതായത് പണ്ട് നമ്മുടെ കരാമയിൽ ആ കിങ് ഓഫ് മൊബൈൽ ഫോൺസ് ചപ്പൻബോഗ് റെസ്റ്റോറൻറ്റ്, SFC റെസ്റ്റോറൻ്റ് ഒക്കെ ഇല്ലേ, സുഖസാഗർ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മുകളിൽ അല്ലത്താർ സെൻറ്ററിലേ ദുബായിൽ, അവിടെ ഞാൻ സെൻറ്റർ നടത്തിയിരുന്നു 2001. അപ്പോൾ അവിടെ മരുന്നുകൾ കിട്ടാൻ വലിയ പ്രയാസം, തൈലൊന്നും സുലഭമായിട്ട് കിട്ടണില്ലേ. അപ്പോൾ ഞാൻ ഈ സൂത്രപ്പണി ചെയ്ത് ഒരു വാതരോഗി വന്നു കഴിഞ്ഞപ്പോൾ തൈലില്ല, പക്ഷേ ആളെ മടക്കി വയ്ക്കാൻ പറ്റില്ല, മൂപ്പരിക്കാണെങ്കിൽ കലശലായ വേദന, എന്തെങ്കിലും ഒന്ന് ചെയ്യും ഡോക്ടറെ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്തു, നല്ല ആശ്വാസം. മനസ്സിലായോ? പിന്നെ അവിടെ നിന്ന് ഞാൻ 2001 കാര്യം പറഞ്ഞിട്ടോ. അവിടെ നിന്ന് മടങ്ങി. അന്ന് ഇവിടെ ട്രേഡ് സെൻറ്റർ അടിച്ചില്ലേ, അന്ന് അവിടെ നിന്ന് കഴിഞ്ഞു. മനസ്സിലായോ? അന്ന് ഇപ്പോൾ അതൊക്കെ അവിടെ എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് അവിടെ അങ്ങനെ ചെയ്തു. എൻ്റെ ഫലമാണ് ഈ പറഞ്ഞത്, അനുഭവമായി പറഞ്ഞത്. അപ്പോൾ ആമവാദത്തിൽ നിങ്ങൾക്ക് നേരെ കിഴി പിടിക്കാൻ എണ്ണ പരട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്നിഗ്ധതയുണ്ട് കഫത്തിൻ്റെ. മനസ്സിലായോ? അപ്പോൾ രൂക്ഷമായിട്ട് ഇത് കൊടുക്കണം. പിന്നെ തണുപ്പാണ്, വാദവും കഫവും തണുപ്പാണ്. മുതിരയാണെങ്കിൽ ചൂടാണ്. അപ്പോൾ ആ കിഴിയെ പിടിച്ചാൽ വേദനയെ കുറയും. മനസ്സിലായോ? അതുപോലെ കേവലവാത രോഗത്തിലും വാദം കോപിച്ചിരിക്കുമ്പോൾ മുതിര കിഴി പിടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയ്ക്ക് ആശ്വാസം. എന്നാൽ ഈ രക്തവാത രോഗികൾക്ക് ഇത് അത്ര വിശേഷമല്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അതായത് രക്തവും കോപിക്കുന്നുണ്ട്, പിത്തവും കോപിക്കുന്നുണ്ട് രക്തവാത രോഗികളിൽ, വാദവും കോപിക്കുന്നുണ്ട്. അപ്പോൾ ചൂടാണ് രക്തവും പിത്തവും. ഞാൻ കുറേ പ്രാവശ്യം ഈ രക്തം, പിത്തം, വാദം, കഫം, തണുപ്പ്, ചൂട്, രൂക്ഷം, സ്നിഗ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടെങ്കിൽ മനസ്സിലാവണവർ മനസ്സിലായെന്നും മനസ്സിലാവാത്തവർ മനസ്സിലായില്ല എന്നും താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. എനിക്കറിയാലോ എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലാവേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തല്ലോ, എനിക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ രക്തവാത രോഗികൾ ഇത് ചെയ്യാൻ പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാൻ വെച്ചാൽ ഇപ്പോൾ ആമവാദത്തിൽ ചുവപ്പ് നിറമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ കഫവും വാദമല്ലേ കോപിക്കുന്നത്. രക്തവാത രോഗികൾക്ക് രക്തവും പിത്തവും വാദവും കൂടിയിട്ടാണ് ദൂഷിക്കണതേ. അപ്പോൾ അതുകൊണ്ട് നല്ല നീര് വരുമ്പോൾ നല്ല ചുവപ്പ് നിറം വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ
മുതിരക്കിഴി അവിടെ യോജിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചൂട് കൂടുമ്പോൾ ഈ രക്തവും പിത്തവും കൂടുമ്പോൾ അത് മോശമാവാൻ വഴി, നീരൊക്കെ ഒന്നും കൂടി കൂടും, നീർക്കെട്ട് പിന്നെയും കൂടും. അപ്പോൾ അതുകൊണ്ട് രക്തവാത രോഗികളുണ്ടാകുന്ന വേദനയ്ക്ക് ഇത് ചെയ്യരുത്. ആമവാദവും സന്ധിഗതവാദത്തിനും ഉപയോഗിക്കാം, നല്ല ഫലം കിട്ടും. ഇത് നിങ്ങൾക്ക് ഒരു പൊടിക്കൈ തൽക്കാലം ഒന്ന് നേരം വെളുപ്പിക്കാൻ, രാത്രിക്ക് വേദന കൂടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. സന്ധിഗതവാദമാണെങ്കിൽ നമുക്ക് നല്ലെണ്ണ വേണം, ഇന്ദുപ്പ് വേണം, കടുക് വേണം ആ തൈലം ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ആ തൈലെടുത്ത് ചൂടോടെ പുരട്ടിയിട്ട് വേണം ഈ കിഴി പിടിക്കാൻ. ആമവാദം വെച്ചാൽ തൈലൊന്നും വേണ്ട, നേരെ ശീലയിൽ മുതിര വറുത്ത് പൊടിച്ച് കിഴിയിട്ടാൽ നേരെ അങ്ങോട്ട് ചൂടാക്കുക. ഒരു അരമണിക്കൂർ ചെയ്യണം കേട്ടോ, നല്ല ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ ആമവാദത്തിനും സന്ധിഗതവാദത്തിലും എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം. ഇനി അടുത്തതായിട്ട് പീരീഡ്സ് ഒക്കെ ലേറ്റ് ആവണം വരില്ലേ? ഇന്നിപ്പോൾ 32-ാം തീയതി, നാളെ അടുത്ത തവണ അടുത്ത മാസം 46-ാം തീയതി ഒക്കെ പീരീഡ്സ് ആവണം വരില്ലേ? അങ്ങനെ വൈകി ഡിലേഡ് സൈക്കിൾസ് കാണുന്നവർക്ക് ഈ മുതിര വളരെ വിശേഷം. അവർ മുതിര നല്ലോണം വേവിച്ച് കഴിക്കുക, മുതിര ധാരാളം കഴിക്കുക. പിന്നെ മുതിര നല്ലോണം വേവിച്ച് ഒരു പിടി മുതിര മതി, ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ വേവിച്ച് ഇങ്ങനെ കുറുക്കിയിടുക. അത് രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് മുമ്പും അങ്ങോട്ട് കഴിക്കുക. 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുക. ഒരു പിടി മുതിര, 2-3 അത് വെന്ത് ഉടഞ്ഞ് കുതിരണം. അങ്ങനെ അതുപോലെ കുതിർത്തെടുത്തിട്ട് ഭക്ഷണത്തിന് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. പിന്നെ സന്ധ്യയാകുമ്പോൾ ഭക്ഷണത്തിന് മുമ്പായിട്ടും ഡിന്നർ കഴിക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പും കഴിക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഡിലേഡ് സൈക്കിൾസ്, വൈകി പീരീഡ്സ് കാണുന്ന സ്ത്രീകൾക്ക് ഇത് നിത്യേന അങ്ങോട്ട് ശീലിച്ചാൽ അതങ്ങോട്ട് ശീലവും. അവിടെ എന്താ കാരണം? മുതിര ചൂടാണ്. ചൂടുള്ള മുതിര ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ സ്ലഗിഷായിട്ട് ആമം കൊണ്ട് അത് ഇതുപോലെ സ്ലോ ഡൗൺ ആവുന്ന പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കുന്ന, നമ്മുടെ ഹോർമോണൽ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കുമ്പോൾ ഉഷ്ണ ഗുണമുള്ള ഈ മുതിര കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് കഴിച്ചാൽ നല്ല ഫലം കിട്ടും. ആ പീരീഡ്സ് കറക്റ്റ് ആയിക്കോളും. ഇനി പ്രസവശേഷം ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ലേഡീസിനെ അവിടെയും ഇതേ പണി ചെയ്യാം. നിങ്ങൾക്ക് പീരീഡ്സ് വൈകുമ്പോൾ ഇത് ചെയ്യാം. പ്രസവശേഷം ഗർഭാശയം ശുദ്ധി വരുത്താനായിട്ടും ഇതേ പണി ചെയ്യാം. മനസ്സിലായി? അപ്പോൾ അത് ഒരാഴ്ചയൊക്കെ കഴിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. മുതിര ചൂടാണ് കേട്ടോ. മുതിര ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില കണ്ടീഷനുണ്ട്, ഞാൻ വഴിയെ പറയാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഇതിലും പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ നമ്മൾ ആമവാദത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പഠിച്ചു, സന്ധിഗതവാദത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പഠിച്ചു, ഡിലേഡ് സൈക്കിൾസ് മെൻസ്ട്രൽ പീരീഡ്സ് വൈകുന്നവർക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, പ്രസവശേഷം ഗർഭാശയ ശുദ്ധി വരുത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനം, കോമൺലി നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയുണ്ടാവും, മൂത്രാഘാത രോഗങ്ങളെന്ന് പറയും. അതായത് കിഡ്നി സ്റ്റോൺസ്, മൂത്രനാളി സംബന്ധമായ വേദനകളും കടച്ചിലും പുകച്ചിലും, അതുപോലെ മൂത്രനാളിയിൽ ഇങ്ങനെ ഈ ചെറിയ ട്രേസസ് ഉണ്ട് നിൽക്കുക. കിഡ്നി സ്റ്റോൺ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ട്രേസസ് കാണും. അപ്പോൾ അതിങ്ങനെ യൂറിനെ കൂടെ പാസ് ചെയ്യുമ്പോൾ കലശലായ വേദനയൊക്കെ അനുഭവപ്പെടും, മൂത്രക്കടച്ചിൽ അനുഭവപ്പെടും. അതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുതിര സ്ഥിരം കഴിച്ചോ, മുതിര നിത്യജീവിതത്തിൽ കൂട്ടിക്കോ. മനസ്സിലായി? അതുപോലെ മുതിര രസം ഉണ്ടാക്കി കഴിക്കാം. ഇതൊക്കെ കിഡ്നി രോഗികൾക്ക് നല്ലതാണ്. ആ കല്ലിനെ അലിയിപ്പിച്ച് കളയാനായിട്ട് വിശേഷമാണ് മുതിര. അപ്പോൾ മൂത്രാശയക്കല്ല് ഉണ്ടെന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട വേറെ പണി എന്ന് വെച്ചാൽ വാഴപ്പിണ്ടി ഇതിന് വിശേഷം. വാഴപ്പിണ്ടി ഇടിച്ച് പിഴിഞ്ഞ നീര് ദിവസേന രാവിലെ വെറും വയറ്റിൽ 1 ഔൺസ് 30 മില്ലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതൊന്ന്. പിന്നെ ഈ മുതിരയും വാഴപ്പിണ്ടിയും കൂടി തോരൻ വെച്ചത് ഉച്ചയ്ക്കും കഴിക്കുക, രാത്രിയും കഴിക്കുക. വൈകുന്നേരം വേണമെങ്കിൽ ഈ മുതിരയും വാഴപ്പിണ്ടിയും മാത്രം വേവിച്ച് അങ്ങോട്ട് വയറ് നിറച്ചാൽ കഴിച്ചോ. മനസ്സിലായോ? അത്രയും വിശേഷമാണ് ഈ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകാനായിട്ട്, മൂത്രാശയക്കല്ല്. അപ്പോൾ ഈ മൂത്രക്കടച്ചിൽ പലപ്പോഴും കലശലായ വേദനയൊക്കെ അനുഭവപ്പെടുന്ന വലിയ കല്ലാവില്ല, ആ കല്ല് പൊടിഞ്ഞ് ചെറിയ മണൽത്തരി പോലെയും എന്നിട്ട് അത് യൂറിനെ കൂടെ പാസ് ചെയ്യും. ആ സമയത്ത് ഭയങ്കര വേദന അനുഭവപ്പെടും പലർക്കും, ചിലർ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കിഡ്നി സ്റ്റോൺ കൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ മുതിര കൂടുതലായിട്ട് ഉപയോഗിക്കുക. വാഴപ്പിണ്ടി മുതിരയും കൂടി തോരൻ വെച്ച് കഴിക്കുക. അത് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഴിക്കുക. രാവിലെ വാഴപ്പിണ്ടി നീര് വെറും വയറ്റിൽ ഒരു 30 മില്ലി പതിവായിട്ട് കഴിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകാനായിട്ടും ഇത് സഹായിക്കും. പിന്നെ വേറെ മരുന്നുകളും പ്രയോഗങ്ങളും വേറെ ഒട്ടനവധി ഉണ്ട് കേട്ടോ. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അറിവ് വേണമെന്നല്ലോ പലരും പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞതല്ല. അപ്പോൾ കിഡ്നി സ്റ്റോണിന് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത 1-2 കണ്ടീഷൻ ഉണ്ട്. രക്തവാതക്കാരും ഉപയോഗിക്കരുത് നേരത്തെ പറഞ്ഞു. അതെന്താ കാരണം? ഇത് ചൂടാണ്, മുതിര ചൂടാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പാടില്ല. പിന്നെ ഇനി നമുക്ക് കണ്ണിന് കേടുള്ളവർ, കണ്ണിക്കേട് വരിക, കണ്ണിലെ രോഗങ്ങളുള്ളവർ ആ സമയത്ത് മുതിര കഴിക്കരുത്, മുതിര കഴിക്കാൻ പാടില്ല. പിന്നെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ട് നിൽക്കുക, ഈ മെൻസസ് ബ്ലീഡിങ് കൂടുതലായിട്ടുള്ള സ്ത്രീകളുണ്ട്, എക്സസീവ് ബ്ലീഡിങ്. അത്തരം അവസ്ഥയിൽ മുതിര കഴിക്കരുത്. എന്ന് വെച്ചാൽ ചൂട് ചെല്ലുമ്പോൾ ബ്ലീഡിങ് കൂടാൻ സാധ്യതയുണ്ട്. ഇതേമാതിരിയാണ് രക്താർച്ചസ്, ബ്ലീഡിങ് പൈൽസ് ഇല്ലേ, ബ്ലീഡിങ് പൈൽസ് ഉള്ളവരും മുതിര കഴിക്കേണ്ട. അപ്പോൾ ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ, അതുപോലെ എക്സസീവ് ബ്ലീഡിങ് മെൻസ്ട്രൽ ബ്ലീഡിങ് ഉള്ള സ്ത്രീകൾ, കണ്ണിൽ അസുഖങ്ങളുള്ളവർ, പ്രത്യേകിച്ച് കണ്ണിക്കേട്, അതുപോലെ കണ്ണിൻ്റെ മറ്റ് പല രോഗങ്ങളുള്ളവർ മുതിര ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി വേറൊരു ഗുണമുണ്ട്, ഉപയോഗം പറയാം. ഈ 3 കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കരുത് കേട്ടോ. രക്തവാത രോഗികൾ ഉപയോഗിക്കരുത്, ബ്ലീഡിങ് പൈൽസിൽ ഉപയോഗിക്കരുത്, എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ളവർ ഉപയോഗിക്കരുത്, കണ്ണിക്കേടുള്ളവർ ഉപയോഗിക്കരുത്. മനസ്സിലായോ? പിന്നെ രക്തവാതത്തിൽ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ. ഓക്കെ, ഓർമ്മയില്ലേ? വീഡിയോ ഒന്നും കൂടി അതിനോട്ട് കേട്ടതൊക്കെ മനസ്സിലാവും, വിഷമിക്കേണ്ട. ഓക്കെ, സംശയം വേണ്ട. ഇനി നമുക്ക് വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും. അതെന്താ കാര്യം എന്നറിയോ? ഇതിൽ ഫാറ്റ് തീരെയില്ല, ഓൾമോസ്റ്റ് നില്ലാണ്, ഫാറ്റില്ല. എന്നാൽ ഫൈബർ ആണെങ്കിലും ഭയങ്കര റിച്ചാണ്. അപ്പോൾ ഫൈബർ ധാരാളം ഉണ്ട്, ഫാറ്റ് തീരില്ല. ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡിന്നറൊക്കെ മുതിര മാത്രം വേവിച്ചങ്ങോട്ട് കഴിച്ചോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എനിക്കറിയാം, മുഖം ചുളിക്കേണ്ട, പക്ഷേ നമ്മുടെ കാര്യം നടക്കണ്ടേ. അപ്പോൾ അതിന് മുതിര വേവിച്ചങ്ങോട്ട് കഴിച്ചിട്ട് വെള്ളം അങ്ങോട്ട് കുടിച്ച് വയറ് നിറച്ച് കിടന്നുറങ്ങിക്കുക. നിങ്ങൾക്ക് വിശക്കില്ല, നല്ല ശോധന ഉണ്ടാവും, വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. മനസ്സിലായോ? അപ്പോൾ കൊളസ്ട്രോൾ കുറയാനും ഇത് സഹായമാവും.
ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും മുതിര ധാരാളം കഴിക്കണം നല്ലതാണ്. അതുപോലെ ഷുഗർ ഉണ്ട് നിൽക്കുക, അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ട് ഷുഗർ വർദ്ധിപ്പിക്കില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ദഹിച്ച് ഫൈബർ റിച്ച് ആയതുകൊണ്ടേ പതുക്കെ ദഹിച്ച ആഹാരം ഇങ്ങനെ പതുക്കെ ദഹിച്ച് ബ്ലഡിലേക്ക് കളരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം, വെയിറ്റ് കുറയുന്ന ആഗ്രഹമുള്ളവർക്ക് കഴിക്കാം, മലബന്ധം ഉള്ളവർക്ക് കഴിക്കാം. നല്ല ശോധന ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇനി ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ ആൻറ്റി ഏജിങ് എന്ന് വിളിക്കാം. അതായത് ശരീരം ചുളിയ, പെട്ടെന്ന് പ്രായം തോന്നുക, ഇത്തരക്കാരൊക്കെ ഇല്ലേ, ഇവർ നിങ്ങൾ മുതിര ധാരാളം കഴിച്ചോ, അപ്പോൾ വയസ്സാവാതെ ചെറുപ്പമായിട്ടിരിക്കുകയെന്നു അങ്ങനെ മുതിരയുടെ അതൊരു ഗുണമാണ്. പിന്നെ ഇതിൽ ധാരാളം കാൽസ്യം ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അയൺ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ അവർക്കും ഗുണമാകും. ആ കാര്യത്തിനും ഇത് ഗുണമായിരിക്കും. ഈ എല്ല് തേയ്മാനം എന്ന് പറയുന്ന കണ്ടീഷനിൽ ഓസ്റ്റിയോപോറോസിസ്, ഈ വാദം വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ തന്നെ. അപ്പോൾ നമ്മൾ ചൂടുകൊണ്ടാണ് ആയുർവേദക്കാർ ഇത് അളക്കണത്. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള സംഗതികൾ കഴിച്ചാൽ ഓസ്റ്റിയോപോറോസിസും ബോൺ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ല് തേയ്മാനവും ഓസ്റ്റിയോപോറോസിസും ബോൺ ഡെൻസിറ്റി കുറയുക, ഇത്തരം അവസ്ഥ കൊണ്ടുണ്ടാകുന്ന വാതരോഗങ്ങൾ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, ആ അവസ്ഥയിൽ മുതിര കൂടുതലായിട്ട് ഉപയോഗിക്കാം. ആൻറ്റി ഓക്സിഡൻസ് ആണ്, വെയിറ്റ് കുറയ്ക്കാം, ഫൈബർ ധാരാളം ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഫാറ്റ് തീരില്ല, ഫൈബർ ധാരാളം ഉണ്ട്, അപ്പോൾ വെയിറ്റ് കുറയാൻ വിശേഷമാണ്. കിഡ്നി രോഗികൾക്ക്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക്, മൂത്രാശയ കല്ലിന് വളരെ വിശേഷമാണ്. സന്ധിഗതവാദ രോഗികൾക്ക്, ആമവാദ രോഗികൾക്ക്, രക്തവാദ രോഗികൾക്ക് തുടക്കത്തിൽ ഉപയോഗിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, ഒരു ആയുർവേദ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടുതൽ നീരും ചുവപ്പ് നിറമൊക്കെ ഉണ്ടെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുകയും ചെയ്യും, കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് രക്തവാദ രോഗികൾ ചെയ്യേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കത്തിലൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആമാവസ്ഥ അങ്ങോട്ട് പതിച്ച് പോയി കഴിയുമ്പോഴേ വേദനയും നീരൊക്കെ പറ്റും. പക്ഷേ തുടക്കത്തിലേ പറ്റുള്ളൂ. രക്തവാദം കുറച്ച് കൂടിയ അവസ്ഥയിൽ ഉഗ്രരൂപം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതായത് നല്ല ചുവന്നിരിക്കും ജോയിൻസൊക്കെ, നല്ല വേദനയും നീരൊക്കെ വന്നിട്ടേ ആ അവസ്ഥയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടും. അതുകൊണ്ട് അത് ചെയ്യേണ്ട നിങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് മുതിര രസം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ മുതിര ഒരു പിടി മുതിര ഇട്ടിട്ട് അത് രസം ഉണ്ടാക്കുന്ന കറക്റ്റ് ഫോർമുലയൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് വീട്ടമ്മമാർക്ക് അറിയേണ്ടതുള്ളൂ. പക്ഷേ അതിൽ മുതിര രസം ചെയ്യുമ്പോൾ ചെറിയൊരു വിദ്യയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് മുതിര ആവശ്യത്തിനടുത്ത് അതിന് ധാരാളം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ വെള്ളം എടുക്കണം. അപ്പോൾ തന്നെ ആ മുതിര അതിൽ മിക്സിയിൽ ഒന്ന് അരച്ച് ചേർക്കാം, അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും, മനസ്സിലായി? അപ്പോൾ ധാരാളം വെള്ളം ചേർക്കണം, കുറച്ച് മുതിര വേണ്ടു. ആ മുതിര അതിലിട്ട് വേവിച്ച് ആ വെള്ളത്തിൽ തന്നെ മിക്സിയിൽ അടിച്ച് ചേർക്കുക. എന്നിട്ട് നിങ്ങൾ കിഡ്നി സ്റ്റോണിനായിട്ടും അതുപോലെ ഈ പൈൽസിൻ്റെ പീരീഡ്സ് ആവാനൊക്കെ ആയിട്ട് പറഞ്ഞില്ലേ, അത്തരക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊലിയോടുകൂടി നമ്മുടെ വാളംപുളിയിൽ അത് തീയിലിട്ട് ചൂടണം. കനലിലിട്ട് ചൂടാനാണ് വിധി. ഇപ്പം നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കനലുണ്ടാക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഗ്യാസിൽ പിടിച്ചാണ്ട് ചൂട് തന്നെ. തൊലി കളയരുത്, വാളംപുളിയുടെ തൊലി കളയരുത്. അല്ലാണ്ട് പഴുത്ത വാളംപുളി ആ തൊലിയോടുകൂടി തന്നെ ഗ്യാസിൽ പിടിച്ച് ചൂടുക. എന്നിട്ട് ആ തൊലി പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ വെള്ളവും ഈ മുതിര വേവിച്ച വെള്ളവും കൂടി കലക്കി ചേർത്തിട്ട് അതിലേക്ക് ചുക്കും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് പിന്നെ നിങ്ങൾ വിധിപ്രകാരം എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ചെയ്തു. നിങ്ങൾ പതിവായിട്ട് രസം ഉണ്ടാക്കുന്ന വീട്ടമ്മമാർക്ക് അറിയില്ലേ. അപ്പോൾ ഈ വാളംപുളി തൊലിയോടുകൂടെ ചുട്ട് അതിനുശേഷം തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ മുതിര വെള്ളത്തിൽ വേവിച്ച് ആ വെള്ളവും മുതിര അതിൽ അരച്ച് ചേർത്തും ഇത് മിക്സ് ചെയ്തിട്ട് ചുക്കും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് രസം തയ്യാറാക്കുക, മനസ്സിലായി? ആ രസം നിങ്ങൾക്ക് വളരെ വിശേഷമായിട്ടുള്ളൊരു പ്രയോഗം കൂടെ പറയാൻ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണിലും ഈ എക്സസീവ് ബ്ലീഡിങ് ഇതുപോലെ ഡേയ്സ് വൈകുന്നവർ, മെൻസ്ട്രൽ ബ്ലീഡിങ് വൈകുന്നവർക്ക് കഴിക്കാം. ഇനി പ്രധാനമായിട്ട് കോവിഡ് വന്ന് മാറിയൊരു ഈ കഫക്കെട്ട് എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രസം ഉണ്ടാക്കിയാണ്ട് കഴിച്ചോ. അപ്പോൾ ഈ കഫം അങ്ങോട്ട് ക്ഷയിക്കും. എന്താ കാരണം? എന്താണ്? മുതിര ചൂടാണ്, അതന്നെ, മനസ്സിലായോ? അപ്പോൾ ഈ ചൂടുള്ള മുതിര കൊണ്ട് രസം ഉണ്ടാക്കി കഴിച്ചാൽ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കോവിഡ് വന്ന് മാറിയവർക്ക് പ്രത്യേകിച്ച് ചിലർക്കൊക്കെ ദഹന സംബന്ധമായിട്ട് ദഹനക്കേടൊക്കെ പറയുന്നുണ്ട്. പലർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ, എന്നാൽ ചിലർക്ക് വിശപ്പ് കുറവുണ്ട്. ആ വിശപ്പ് കുറവും കഫക്കെട്ട് കൂടുതലും ഉണ്ടാക്കുക. അപ്പോൾ ഈ രസം ഉണ്ടാക്കിയിട്ട് ഇത് കൂട്ടി കഞ്ഞിയിൽ ഒഴിച്ച് കഴിക്കുകയോ, പൊടിയിരിക്കഞ്ഞിൽ ഈ രസം കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ ചോറ് ഈ രസം കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കഫക്കെട്ട് കുറയുന്നതിന് സഹായകമാവും, മനസ്സിലായോ? ഇത്രയൊക്കെ അറിവ് മതി, മനസ്സിലായോ? ഒരു ഇതൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞിട്ട് ഇനി ഒട്ടനവധി ഗുണങ്ങൾ മുതിരനെ പറ്റി പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് ഒരുപാട് അറിവ് വേണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം, തൽക്കാലം നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നവർ മനസ്സിലായെന്നും മനസ്സിലായിട്ടില്ല എന്നും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അങ്ങനെ ഒരു ഡ്യൂട്ടിയും കൂടി ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.